ഫ്രണ്ട്സ് നമസ്കാരം, ഞാൻ സതീഷ് മലപ്പുറമാണ്. വില്ലേജിന്റെ പുതിയ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളപ്പോൾ കൊടുങ്ങല്ലൂരിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിൽ നിന്ന് നമ്മൾ വന്നു. അപ്പോൾ അവിടെ ആനാപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നു. ആനാപ്പുഴയിൽ നിന്ന് ഒരു പാലം കടന്ന്, കൃഷ്ണൻകോട്ട ആ പാലം കടന്ന് നമ്മൾ ഇവിടെ ഈ സ്ഥലത്തിൻ്റെ കറക്റ്റ് പേര് പൊയ്യ എന്നാണ്. പലരും കേട്ടിട്ടുണ്ടാകും പൊയ്യ എന്ന് പറഞ്ഞ സ്ഥലത്തെ പറ്റി. നമ്മുടെ യൂട്യൂബ് രാജാക്കന്മാരായ എംഫോടെക്കിൻ്റെ സ്ഥലമാണ് പൊയ്യ. അപ്പോൾ നമ്മൾ ഇവിടെ വന്നത് അവരെ കാണാൻ വേണ്ടിയാണ്. നമ്മൾ ഒരുപാട് കറങ്ങി ചോദിച്ചു വെച്ചാണ് വന്നത് ഇവിടം വരെ. അപ്പോൾ നമ്മുടെ 50 ലക്ഷത്തിലധികം സബ്സ്ക്രൈബറുള്ള യൂട്യൂബിൽ ഏറ്റവും ടോപ്പായ 2 പേര്, അതായത് ഏറ്റവും ഇൻ്റലിജൻ്റായ 2 ചെറുപ്പക്കാരെ കാണാൻ വേണ്ടിയാണ് നമ്മൾ പോണത്. ജിയോ ജോസഫിനെയും നമ്മുടെ പ്രവീണിനെയും. അപ്പോൾ മച്ചാന്മാർ എന്നാണ് അവർ അറിയപ്പെടുന്നത്. മച്ചാന്മാർ 2 മച്ചാന്മാരെ കാണാൻ വേണ്ടി നമ്മൾ പോണത്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് പൊയ്യ പള്ളിയുടെ മുമ്പിൽ നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണമെന്ന് പറയും. നമുക്ക് പോയി നോക്കാം. ചോദിച്ചു വേണം പോകാൻ. നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. ആൾക്കാരോട് ചോദിച്ചിട്ട് വേണം പോകാൻ. ഓക്കെ. നമ്മളങ്ങനെ ആ പള്ളിയുടെ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് വന്നു. കുറച്ചുകൂടി ചോദിച്ചു വന്നു. വളവന്തിരിവൊക്കെ തിരിഞ്ഞാണ് വന്നത്. അപ്പോൾ ഇവിടെ വേറൊരു പള്ളി. അപ്പോൾ ഇതിൻ്റെ അവിടെ നിന്ന് മുകളിലോട്ട് കയറ്റം കയറി പോകണമെന്നാണ് പറഞ്ഞത്. ഇനി ആരോടും ചോദിക്കേണ്ടി വരും. നമുക്കൊരു കറക്റ്റ് ഐഡിയ കിട്ടണില്ല. നല്ല സൂപ്പർ പള്ളിയാണ്. പുതിയതായിട്ട് പണിതാണെന്ന് തോന്നുന്നു. അതെ, പുതിയതായിട്ട് പണിത പള്ളിയാണ്. അടിപൊളി പള്ളിയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ എംഫോർട്ടക്കാരെ അന്വേഷിച്ച് കുറേ സ്ഥലങ്ങളൊക്കെ അന്വേഷിച്ച് അവർ വീട്ടിലെത്തി. ജിയോ ജോസഫിൻ്റെ വീട്ടിൽ പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ജിയോ ഇല്ല അവിടെ. ജിയോയുടെ അച്ഛൻ പറഞ്ഞ് പുറത്തവിടെ പോയിരിക്കുകയാണെന്ന് പറഞ്ഞു. വിളിച്ചിട്ട് കിട്ടണമെന്ന് പറഞ്ഞു. അപ്പോൾ അപ്പോൾ വീടിൻ്റെ മുമ്പിലൊക്കെ നിറച്ചും ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിപൊളി വീടൊക്കെയാണ് സംഭവം. അപ്പോൾ നമ്മളതൊന്ന് വീടൊന്നും എടുത്തോട്ടെ ചോദിച്ചാൽ പുള്ളി പറഞ്ഞ് അത് വേണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ പിന്നെ നമ്മളിപ്പോൾ ഒരു പ്രൈവസി അല്ലേ. അപ്പോൾ വീടൊന്നും എടുത്തില്ല. നമ്മൾ അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ പ്രവീണിൻ്റെ വീടിൻ്റെ മുമ്പിലെത്തി. നമ്മൾ നിൽക്കേണ്ട തൊട്ടടുത്ത് പ്രവീണിൻ്റെ വീടുണ്ട്. പക്ഷേ അത് നമ്മൾ കാണിക്കണില്ല. അത് ഓരോരുത്തരുടെ പ്രൈവസി അല്ലേ. അവരില്ല ഒന്നാമത് ഇവിടെ. അവർ വേറെ 2 പേരും വേറെ കൂടെ പോയിരിക്കുകയാണ്. അപ്പോൾ നിർഭാഗ്യവശാൽ നമുക്കവരെ കാണാൻ പറ്റില്ല. നമ്മൾ ഒരു 100-200 കിലോമീറ്റർ സഞ്ചരിച്ച് ഇവിടെ വന്ന്, അപ്പോൾ എന്താ പറയുക, നമ്മുടെ കേരളത്തിലെ ഏറ്റവും ടോപ്പ് യൂട്യൂബർമാരായ 2 പേരെ കാണാൻ കരുതി വന്നാണ്. നമുക്കിപ്പോൾ നമ്മുടെ പരിപാടി അങ്ങനെയാണല്ലോ. എവിടെ അവതരിപ്പിച്ചാലും ഇതന്നെ അവസ്ഥ സംഭവം. നമ്മൾ ആരന്വേഷിച്ചാലും കാണില്ല സംഭവം. അപ്പോൾ 2 പേരും ഇവിടെ ഇല്ല. 2 പേരെ കാണാൻ പറ്റിയില്ല. അപ്പോൾ ശരി, അത് തൊട്ടടുത്താണ് വീടൊന്നും കാണിക്കണില്ല. അപ്പോൾ അതൊന്നും ശരിയാവില്ല സംഭവം. അപ്പോൾ നമ്മുടെ പരിപാടി അങ്ങനെ പാടെ ചീറ്റിപ്പോയിരിക്കുകയാണ്. 2 പേരെ കാണാൻ നേരിട്ട് വന്നാണ് സംഭവം. കാണാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ നമ്മളപ്പോൾ പരിപാടി ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ കുറച്ച് ദൂരമുണ്ട് നമുക്കിത് പോകാനായിട്ട്. ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ഇവിടെ വരെ വന്നത്. ഒരുപാട് ഏരിയ ഉണ്ട്. നമ്മൾ കരുതി തൊട്ടടുത്തായിരിക്കും. നമ്മുടെ മെയിൻ റോഡിന് തൊട്ടടുത്താണെന്ന് കരുതി. പക്ഷേ കുറച്ച് ഉള്ളിലോട്ട് കയറി വരണം. ടാറിംഗ് റോഡൊക്കെയാണ്. അപ്പോൾ അങ്ങനെ നമ്മളിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് പരിപാടി. അപ്പോൾ ഓക്കെ, ഗുഡ് ബൈ.